വനത്തിലെ വവ്വാലിനെ കാണാൻ നല്ല രസമാണ്. അങ്ങനെയാണെങ്കിൽ ആവർത്തന പട്ടിക വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ചോദിച്ചു 2019. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ? ചങ്ങാതിമാരെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് കെമിസ്ട്രി ആണ്. കേരള PSC പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ 10th ലെവൽ പ്രിലിംസ് എക്സാം വരാൻ പോവാണ്. ആ പരീക്ഷയ്ക്ക് ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതുപോലെ തന്നെ മെയിൻ എക്സാമുകൾ +2 ലെവൽ, ഡിഗ്രി ലെവൽ, 10th ലെവൽ എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് കെമിസ്ട്രി പഠിക്കണം. അപ്പൊ നമ്മുടെ കെമിസ്ട്രി പ്ലേലിസ്റ്റിനകത്തുള്ള വിജയമന്ത്രം ക്ലാസ്സിലൂടെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന്. നമ്മൾ തുടക്കത്തിൽ തന്നെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം, അതൊക്കെ ഒന്ന് പഠിച്ചു പോവുക. അതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. നമ്മുടെ PDF അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ PDF-നകത്തുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം പഠിക്കണം. അപ്പൊ കെമിസ്ട്രി ഇഷ്ടമില്ലാത്തവർ ഇഷ്ടപ്പെടണം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കണേ. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഇപ്പൊ GK ക്ലാസ്സുകൾ, കറണ്ട് അഫയേഴ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. കെമിസ്ട്രിയിൽ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് പഠിക്കണം. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തുടങ്ങാം നമുക്ക്, അല്ലെ? ആറ്റം. ആറ്റത്തെ കുറിച്ച് എല്ലാ പരീക്ഷകളും ചോദ്യം വരാറുണ്ട്. അപ്പൊ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് പിള്ളേരെ? ഒരു പദാർത്ഥത്തിന്റെ, നമുക്ക് ചുറ്റും എല്ലാ പദാർത്ഥങ്ങളും ഉണ്ട്, അല്ലെ? ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെ സംസാരിക്കുമ്പോൾ ഈ പെൻ ആയിക്കോട്ടെ, നിങ്ങൾ പിടിച്ച മൊബൈല്, അല്ലെ? ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏത് പദാർത്ഥം എടുത്താലും അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം ചോദിച്ചാൽ അത് ആറ്റമല്ല. ആറ്റത്തിന് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കാനുള്ള കഴിവില്ല, ഏറ്റവും ചെറിയ കണികയാണ്. എന്നാൽ അങ്ങനെയുള്ള ആറ്റങ്ങൾ കൂടിച്ചേർന്ന് തന്മാത്ര ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം ചോദിച്ചാൽ പിള്ളേരെ പഠിച്ചു വെച്ചേക്കുക, തന്മാത്രയാണ്. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റമാണ്. സ്ഥിരമായും സ്വതന്ത്രമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം തന്മാത്രയാണ്. ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക ചോദിച്ചാലും അത് തന്മാത്രയാണ്. ഏറ്റവും ചെറിയ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണം ചോദിച്ചാലും നമുക്ക് എന്ത് പറയാം? തന്മാത്ര പറയാം. എന്നാൽ നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണ്. ആറ്റം, തന്മാത്ര. അടുത്തൊരു പദമാണ് മൂലകങ്ങൾ, അല്ലെ? ഞാൻ പറഞ്ഞു ഈ പദാർത്ഥങ്ങൾ, നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും പല മൂലകങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു, അല്ലെ? ആ വായുവിൽ എത്തുന്നുണ്ട് ഒരുപാട് മൂലകങ്ങളിലെ ഓക്സിജൻ ഉണ്ട്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ മൂലകങ്ങൾ, എലമെന്റ്സ് എന്താണെന്ന് നോക്കാം. രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. സ്വർണം ഒരു മൂലകമല്ലേ? സ്വർണത്തിൽ വേറെ ചില കാര്യങ്ങൾ കൂട്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങളല്ല ഉദ്ദേശിച്ചത്. ഒറിജിനൽ പ്യുവർ ആയിട്ടുള്ള സ്വർണം അതൊരു മൂലകമാണ്. ഓക്സിജൻ ഒരു മൂലകമാണ്. അതിനെ വിഘടിപ്പിച്ചിട്ട് വേറെ ആക്കാൻ പറ്റും, അത് ഓക്സിജൻ മാത്രമാണ്. അപ്പൊ ആലോചിക്കുക, രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഈ മൂലകങ്ങൾ ചേർത്തിട്ട് എന്താക്കാം? സംയുക്തങ്ങൾ ഉണ്ടാക്കാം. ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും കൂടി കൂട്ടിയിട്ട് നമുക്ക് ജലം ഉണ്ടാക്കാം. അതിനെ വിഘടിപ്പിക്കാൻ പറ്റും, അല്ലെ? ഹൈഡ്രജനെയും ഓക്സിജനും വേറെ വേറെ ആക്കാൻ പറ്റും. എന്നാൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അതൊരു മൂലകമാണ്, എലമെന്റ് ആണ്. രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഒരു മൂലകത്തെ ഉൾക്കൊള്ളുന്ന അടിസ്ഥാന കണിക ഏതാണ്? ആറ്റമാണ്, അല്ലെ? പദാർത്ഥങ്ങളുടെ എല്ലാം അടിസ്ഥാന കണിക ആറ്റമാണ്. ഒരു മൂലകത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും അടിസ്ഥാന കണിക ആറ്റമാണ്. അപ്പൊ അവിടെ ഒരു പേരുണ്ട്, മൂലകം എന്ന പദം, എലമെന്റ്, അല്ലെ? മൂലകം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാണ്? റോബർട്ട് ബോയിലാണ്. ഈ ക്ലാസ് കാണുന്ന കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഒരു തമാശക്ക് ഒരു ഹിന്റ് പറഞ്ഞുതരാം. അറിയുന്നവർ കമന്റ് ഒന്നും ചെയ്യണ്ട, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ നല്ല എരിവുള്ള ഭക്ഷണം കഴിച്ചാലേ വയറിനകത്ത് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടക്കുന്ന ആലോചിക്കുക. എരിവുള്ള ഭക്ഷണമോ വേറെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചാൽ സംഗതി കത്തിയിട്ടുണ്ടാവും നിങ്ങൾക്ക് പലർക്കും. നമ്മുടെ പിള്ളേർക്ക് ഞാൻ ലൈവ് ക്ലാസ്സിലൊക്കെ ഇത് പറഞ്ഞു കൊടുത്തപ്പം അവർക്ക് ഇത് കത്തി, അവരോട് മറന്നു പോകില്ല. അപ്പൊ മൂലകങ്ങളെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് അഥവാ PSC ചോദിക്കുകയാണെങ്കിൽ എരിവുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ രാസപ്രവർത്തനമൊക്കെ നടക്കും നിങ്ങൾക്കറിയാം. പിന്നെ എന്ത് സംഭവിക്കും? മൂലകങ്ങൾക്ക് ആലോചിച്ചാൽ മതി. നല്ല പുകച്ചിലൊക്കെ ആണെങ്കിൽ ആലോചിക്കുക, റോബർട്ട് ബോയിൽ. അദ്ദേഹമാണ് പിള്ളേരെ കെമിസ്ട്രിയുടെ പിതാവ്. ഫോട്ടോ ഒക്കെ സ്ക്രീനിൽ കാണാം. റോബർട്ട് ബോയിൽ എന്ന ആശാനെ കുറിച്ച് ആലോചിക്കുക. ആശാനെ കുറിച്ച് ഞാൻ പറഞ്ഞ ട്രിക്ക് വേറെ എവിടെയും പോയി പറയരുതേ. റോബർട്ട് ബോയിൽ കെമിസ്ട്രിയുടെ പിതാവ്. മൂലകം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റോബർട്ട് ബോയിലാണ്. അവിടെ ഒരു പോയിന്റ് ഇതാ, ആധുനിക കെമിസ്ട്രി, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലാവൂസിയ. ആരാണ്? ലാവൂസിയ, ആന്റോയിൻ ലാവൂസിയ.
ലാവോസിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. ലോഹങ്ങളെ വേർതിരിക്കുന്ന ആരാണ് ആദ്യമായിട്ട്? ലോഹങ്ങളെ എന്താ പറയാ, മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ഈ പറയുന്ന ലാവോസിയാണ്. അദ്ദേഹത്തെ കുറിച്ച് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇപ്പോൾ ഞാൻ പറയുന്നില്ല, അടുത്തൊരു ക്ലാസ് പറയാം. അപ്പോ കെമിസ്ട്രിയുടെ പിതാവ് റോബർട്ട് ബോയിലാണ്. ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് ലാവോസിയാണ്. പ്രാചീന രസതന്ത്രത്തിന്റെ പിതാവാണ് ജാബിർ ഇബിൻ ഹയാൻ. പേര് പഠിച്ചോ, ജാബിർ ഇബിൻ ഹയാൻ, ഓർത്ത് വെച്ചേക്കുക. അവിടെയാണ് മറ്റു ചില പിതാക്കന്മാരെ കുറിച്ചും പറയുന്നത്. പീരിയോഡിക് ടേബിൾ അല്ലെ, ആവർത്തന പട്ടിക. ആ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എല്ലാവർക്കും അറിയാം, ദിമിത്രി മെൻഡലിയേവ്. ഒരു മെന്റലായ ചങ്ങാതിയാണ് ഈ സാധനം അല്ലേ, നമ്മൾ ഇങ്ങനെ പഠിക്കാറില്ലേ പീരിയോഡിക് ടേബിൾ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, കാർബൺ, നൈട്രജൻ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിക്കാറില്ലേ. ആ പീരിയോഡിക് ടേബിൾ നമുക്ക് വിശദമായിട്ട് 2 3 ക്ലാസ് ആയിട്ട് ഇതൊക്കെ ഞാൻ പഠിപ്പിക്കട്ടോ. ആ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ദിമിത്രി മെൻഡലിയേവ് ആണ്. മെൻഡലിയേവ് എന്നാണ് പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയത്? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത്. മെൻഡലിയേവ് ഇദ്ദേഹം റഷ്യക്കാരാണ്, അന്നത്തെ USSR. മഹാത്മാഗാന്ധിജി ജനിച്ച സമയത്ത് ഇങ്ങനെ ഒരു പണി ഇയാൾ ഒപ്പിച്ചത് എന്നാണ് എന്റെ ക്ലൂ. നിങ്ങൾ അറിയുന്നവർ കമന്റ് ചെയ്തേ. അപ്പൊ ദിമിത്രി മെൻഡലിയേവ് പീരിയോഡിക് ടേബിളിന്റെ പിതാവാണ്. അദ്ദേഹം പീരിയോഡിക് ടേബിളിനെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് പിള്ളേരെ പീരിയോഡിക് ടേബിളിനെ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തത്. അറ്റോമിക മാസ്, മരണ മാസ്, മെന്റൽ മാസ് എന്ന് വേണേ പാടിക്കോ അല്ലെ. മെൻഡലിയേവ് ആരാണ്? മാസാണ്. മെൻഡലിയേവ് ആദ്യമായിട്ട് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയാണ്. അപ്പൊ ദിമിത്രി മെൻഡലിയേവ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മാസ്, മെന്റൽ മാസ് എന്ന് വരണം. പീരിയോഡിക് ടേബിള് അദ്ദേഹം ഓരോരോ മൂലകങ്ങളെയും അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിക്കൊണ്ട് ചിട്ടപ്പെടുത്തിയതാണ് പീരിയോഡിക് ടേബിൾ. എന്നാൽ മോഡേൺ പീരിയോഡിക് ടേബിൾ ശ്രദ്ധിക്കണേ, മെൻഡലിയേവിന്റെ പീരിയോഡിക് ടേബിൾ എന്തായിരുന്നു? അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അടുത്തത് മോഡേൺ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിള് അതെന്താണ്? അത് അറ്റോമിക നമ്പർ, അറ്റോമിക സംഖ്യ, അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം, ബെർലിയം, അങ്ങനെ പോകും 1 2 3 4. അപ്പൊ അവിടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് കേൾക്കുമ്പോൾ സംഖ്യയാണ്, മോസ്ലിയാണ്. മോസ്ലി സംഖ്യ അല്ലേ, മോസ്ലി സംഖ്യ. മെന്റൽ കിട്ടിയല്ലോ, മാസ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിലെ കെമിസ്ട്രിയുടെ പിതാവ് പ്രഫുല്ല ചന്ദ്ര റേ, PC റേ, നോട്ട് റോയ്. PC റോയ് ഉണ്ട്, അത് വേറെ ആളാണ്. ഇത് A ആണ്. PC റേ എന്നൊക്കെ പറയുന്ന പോലെ കെമിസ്ട്രിയുടെ പിതാവ് PC റേ. അദ്ദേഹത്തെ കുറിച്ച് പറയാം. അതിനു മുമ്പായിട്ട് കെമിസ്ട്രി എന്ന പദം, കെമിസ്ട്രി അല്ലെ, അതിനു മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ആൽക്കമി എന്നായിരുന്നു. രസതന്ത്രം ആദ്യകാലത്ത് അറിയപ്പെടുന്നത് ആൽക്കമി എന്നല്ലേ. ആൽക്കമി എന്ന പേര്, ആ പേര് കേൾക്കുന്നത് അറിയോ? അറബി. ആൽക്കമി എന്ന പേര് അറബി. മൺസൂൺ എന്ന പദം PS ചോദിക്കാറുണ്ട് അല്ലെ, അറബിയിൽ നിന്നും വന്നാണ് മൺസൂൺ. അതുപോലെ ആൽക്കമി എന്ന പേര് അറബികളാണ് നൽകിയത്. നോക്കൂ, നമ്മളിപ്പോ കെമിസ്ട്രിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് അറിവാണ്. ഐക്യരാഷ്ട്ര സംഘടന ഇന്റർനാഷണൽ ലെവലില് കെമിസ്ട്രി വർഷമായിട്ട് ആചരിച്ചെന്നാണ് 2011. നമ്മുടെ ബാച്ചിലെ പിള്ളേർക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കോഡുണ്ട്, മുമ്പേത്തെ കോഡാണ്. PC പരീക്ഷകളിൽ മുൻകാലങ്ങളൊക്കെ ഇത് ചോദിക്കാറുണ്ടായിരുന്നു. വനത്തിലെ വവ്വാലിനെ കാണാൻ നല്ല രസമാണ്. വനത്തിൽ പോയി നോക്കണം. അന്താരാഷ്ട്ര വനവർഷം, ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വനവർഷമായി ആചരിക്കുന്നത് 2011. ഐക്യരാഷ്ട്ര സംഘടന വവ്വാൽ വർഷമായിട്ട് ആചരിച്ച് 2011. രസതന്ത്ര വർഷമായിട്ട് ആചരിച്ച് 2011. അപ്പൊ നമുക്ക് എന്ത് പഠിക്കാം? വനത്തിലെ വവ്വാലിനെ കാണാൻ നല്ല രസമാണ്. അങ്ങനെയാണെങ്കിൽ ആവർത്തന പട്ടിക വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. PS ചോദിച്ചു 2019 ആണ് ആവർത്തന പട്ടിക വർഷം അഥവാ പീരിയോഡിക് ടേബിളിന്റെ ഇയർ. ഓക്കെ, ഇപ്പൊ PC റേയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ആരാണ് PC റേ? ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ്, ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇദ്ദേഹം തന്നെ കേട്ടോ. ഇന്ത്യൻ രസതന്ത്രത്തിന്റെയും ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് PC റേ ആണ്. ഭാരതത്തിലെ ആദ്യത്തെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ചത് PC റേ ആണ്. ഭാരതത്തിലെ ആദ്യത്തെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ചത് PC റേ ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആവേശം പകർന്ന റേയുടെ രചനയാണ് ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം.
ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ അല്ലെ. ആ ഇന്ത്യയില് കെമിസ്ട്രി കൊണ്ടുവരുന്നു. ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം പഠിക്കുക. ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി. ഇന്ത്യൻ രസതന്ത്രത്തിന്റെയും രാസ വ്യവസായത്തിന്റെയും പിതാവ്. മരുന്ന് നിർമ്മാണ മേഖലയിലും സ്വന്തം നിലയില് അല്ലെ സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് PC റേ ബംഗാളിൽ എന്ത് കൊണ്ടുവരുന്നോ? ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഒരു ബംഗാളി രസതന്ത്രത്തിന്റെ ജീവിതവും അനുഭവങ്ങളും. ലൈഫ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് എ ബംഗാളി കെമിസ്റ്റ്. അപ്പൊ ഒരു ബംഗാളി രസതന്ത്രജ്ഞന്റെ ജീവിതവും അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ ആത്മകഥ. ഒരു ബംഗാളി രസതന്ത്രജ്ഞന്റെ ജീവിതവും അനുഭവങ്ങളും. PC റേ പഠിച്ചല്ലോ. ഇന്ത്യൻ രസതന്ത്രത്തിന്റെയും രാസ വ്യവസായത്തിന്റെ പിതാവ് PC റേ. ഇവിടെ ഞാൻ എന്തിനാണ് ഈ ഒരു ക്ലാസിന്റെ ഒരു പേജ് കൊടുത്തത്? ഇതിന്റെ ലിങ്ക് തൊട്ട് മുകളിൽ പ്രൊവൈഡ് ചെയ്യും. കൂട്ടുകാർ വേണമെങ്കിൽ ഈ ക്ലാസ് മുഴുവൻ കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കണ്ടതിന് ശേഷം ഇതൊന്ന് കാണുക കേട്ടോ. നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് അതിനകത്ത് ഉണ്ടാവും. ഇവിടെ ഈ ചാപ്റ്ററിനകത്ത് പ്രധാനപ്പെട്ട SCERT ഒരുപാട് കാര്യങ്ങൾ നല്ല വൃത്തിക്ക് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലെ. ഒരു തണ്ണിമത്തന്റെ ഫോട്ടോ ഒക്കെ കൊടുത്ത് ഈ പറയുന്ന ഇലക്ട്രോൺ എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത്, അതിന്റെ ബാഹ്യതവശല്ലേ കാര്യങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പൊ പിള്ളേരെ, ഞാനിതാ അറ്റോമിക് തിയറിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. വിശദമായിട്ട് ഇത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കുക, ബൈഹാർട്ട് പഠിക്കാതെ. ആറ്റം എന്താണ്, തന്മാത്ര എന്താണ്, മൂലകങ്ങൾ എന്താണ് നമ്മൾ പറഞ്ഞു. ചില പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെ പേര് നിങ്ങൾ പഠിച്ചു. ഇനി നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കെമിസ്ട്രിയുടെ ഒരു പേരാണ് ജോൺ ഡാൾട്ടൺ. എന്താണ്? ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കും, കോശം അല്ലെ, കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ആറ്റത്തെ കുറിച്ച് പറയുമ്പോൾ ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ ആണെങ്കിൽ കോശം ആരാണ്? നിങ്ങൾ കമന്റ് ചെയ്യുക. ഇവിടെ ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് കേൾക്കുമ്പോൾ ആറ്റോമിക് സിദ്ധാന്തം എന്താണ് നോക്കണം. 6 പോയിന്റുകളാണ്. SCERT നന്നായിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, സ്ക്രീനിൽ കാണാം, നന്നായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് അതും കാണാം. ഞാൻ ഒരിക്കൽ കൂടി പറയാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ആലോചിച്ച കിട്ടില്ലേ, ബൈഹാർട്ട് പഠിക്കണ്ടല്ലോ. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾക്കെല്ലാം ഒരേ ഗുണമായിരിക്കും, ഒരേ വലുപ്പമായിരിക്കും. ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ്, സൂക്ഷ്മ കണമാണ് ആറ്റം. അതുപോലെ തന്നെ ഈ ആറ്റത്തെ ഒരു രാസപ്രവർത്തന വേളയില് ഈ ആറ്റത്തെ വിഭജിക്കാൻ പറ്റില്ല, ഈ ആറ്റത്തെ നിർമ്മിക്കാൻ പറ്റില്ല, ഈ ആറ്റത്തെ നശിപ്പിക്കാൻ പറ്റില്ല. ആര് പറഞ്ഞതാണ്? ശ്രദ്ധിക്കണം. ഇതൊരു ഫിക്സഡ് ആയിട്ട് സയൻസ് അല്ല ഞാൻ പറയുന്നത്. ജോൺ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തമാണ് പറയുന്നത് കേട്ടോ. ആ കാലഘട്ടം എന്നൊക്കെ ചോദിച്ചാല് നിങ്ങളുടെ റാങ്ക് ഫയലൊക്കെ പഠിച്ച കൂട്ടുകാർ ഇപ്പൊ കമന്റ് ചെയ്യും. അറ്റോമിക സിദ്ധാന്തം ഏത് കാലഘട്ടത്തിൽ? 1800 തുടക്കത്തിലാണ്. ഒന്ന് കമന്റ് ചെയ്തേ. അറ്റോമിക് സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ കൊണ്ടുവന്നത് അറിയുന്നവർ കമന്റ് ചെയ്തേ. നിങ്ങൾ റാങ്ക് ഫയലൊക്കെ പഠിച്ചവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും. വർഷത്തിന് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, എന്നാലും ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ 1800 തുടക്കത്തിലാണ് കമന്റ് ചെയ്യട്ടാ. അപ്പൊ ഇവിടെ ആ ഒരു സമയത്തുള്ള അദ്ദേഹത്തിന്റെ അറിവ് വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും എല്ലാം സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടേതോ ഹൈഡ്രജന്റെ ആറ്റങ്ങൾ പോലെ അല്ല ഓക്സിജന്റെ ആറ്റം അല്ലെ. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണവും വ്യത്യസ്ത മാസും ഒക്കെ ആയിരിക്കും. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാനോ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന് പറയുകയാണ്. ഇതാണ് 4 പോയിന്റ്. 5ാമത്തത്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറിയ കണിക. അപ്പൊ സ്വാഭാവികമായിട്ടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റമാണ്. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിപ്പിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോ വെള്ളം എന്ന് പറഞ്ഞാൽ അതൊരു സംയുക്തമാണ്. ഹൈഡ്രജനും ഓക്സിജനും. അവിടെ 2 ഹൈഡ്രജനും 1 ഓക്സിജനും H2O എന്തായി മാറുന്നു? ജലമായി മാറുന്നില്ലേ? ജലമായി മാറുന്നു. നമുക്കതിന്റെ കെമിക്കൽ കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ രാസപ്രവർത്തനമൊക്കെ പിന്നീട് മറ്റൊരു ക്ലാസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊരു സംയുക്തമാണ്. നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കുക, 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഇതും അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റമാണ് അല്ലെ. അതുപോലെ തന്നെ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറഞ്ഞ അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. പഠിക്കാത്തവർ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുക, കേൾക്കുക, പഠിക്കുക കേട്ടോ. ഇതാണ് ജോൺ ഡാൾട്ടൺ അല്ലെ. ഡാൾട്ടണിസം എന്നൊരു അസുഖം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡാൾട്ടണിസം ഇദ്ദേഹത്തിന്റെ പേരുള്ള ഒരു അസുഖമാണ് അല്ലെ. ഡാൾട്ടണിസം ഏതാണ് ഈ അസുഖം എന്ന് കമന്റ് ചെയ്തേ. എവിടെ ബാധിക്കുന്നതാണ്? ത്വക്കിനെ ബാധിക്കുന്നതാണോ? ശ്വാസകോശത്തെയാണോ? മസ്തിഷ്കത്തെയാണോ? കണ്ണിനെയാണോ? എനിക്കറിയില്ല, നിങ്ങൾ കമന്റ് ചെയ്യണം. ഡാൾട്ടണിസം ഒരുവിധം എല്ലാവർക്കും അറിയാം, ഇതൊരു അസുഖം അല്ലേ.
അപ്പോൾ ഈ അസുഖം എവിടെ ബാധിക്കുന്നില്ല, മലയാളം പറഞ്ഞാൽ മതി, നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക്, ആ അസുഖത്തിന്റെ മറ്റൊരു പേര്. അപ്പോ നമ്മൾ പറഞ്ഞു ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ, ജോൺ ഡാൾട്ടൺ. അങ്ങനെയാണെങ്കിൽ ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവ് മക്കളെ ഡെമോക്രീറ്റസ് ആണ്. ഡെമോക്രീറ്റസ് ആണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ്. കൃത്യമായിട്ട് പഠിക്കണം, ബൈഹാർട്ട് പഠിക്കുക. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ്. ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ. ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവ്, ഇത് പലർക്കും അറിയണ്ടാവില്ല, ഡെമോക്രീറ്റസ്. ഡെമോക്രീറ്റസ്, ഡെമോക്രീറ്റസ്. പരമാണു സിദ്ധാന്തം അഥവാ അണു സിദ്ധാന്തം ആവിഷ്കരിച്ചത് കണാദൻ. പരമാണു സിദ്ധാന്തം അഥവാ അണു സിദ്ധാന്തം ആവിഷ്കരിച്ചത് കണാദൻ. ഇനി നമുക്ക് ആറ്റത്തിനുള്ളിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാമാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വിശദമായിട്ട് മറ്റൊരു ക്ലാസ് ഞാൻ പറഞ്ഞതുകൊണ്ട് വിശദമായി പഠിപ്പിക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒരു പുസ്തകത്തിന്റെ ഒരു കട്ടിങ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകക്കാർ കോപ്പിറൈറ്റ് കൊടുക്കുമെന്ന് അറിയില്ല, എന്തായാലും അവർക്കൊരു പരസ്യം ആയിക്കോട്ടെ. ആറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കണികകളാണ്. ഒന്ന് പ്രോട്ടോൺ, ഒന്ന് ഇലക്ട്രോൺ, ഒന്ന് ന്യൂട്രോൺ. നമ്മൾ ആദ്യം പറഞ്ഞ ഇലക്ട്രോൺ ആണ്. നിങ്ങൾക്കറിയാം ആറ്റത്തിന്റെ ഒരു ഏകദേശ രൂപം ഇവിടെ നോക്കൂ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, എന്റെ മുകളിൽ കാണാൻ പറ്റും. ഇതാണെന്ന് കരുതുക. അതിന്റെ ഏറ്റവും ഉള്ളിൽ ചുവന്ന കളറിലും പച്ച കളർ നിങ്ങൾക്ക് ഒരു ഭാഗം കാണാം അല്ലെ, അത് ഞാൻ റൗണ്ട് ചെയ്തു. ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുക. ഒരാറ്റം എന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങളാണ്. അപ്പോൾ ആ 3 ഭാഗമല്ല, 3 കണികകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗം, ഒന്ന് ഉള്ളിലുള്ളൊരു ഭാഗവും പിന്നെ പുറത്തുള്ളൊരു ഭാഗം. ഉള്ളിലുള്ള ഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ആ ന്യൂക്ലിയസിനകത്ത് 2 കണികകളുണ്ട്. ഓക്കെ, പ്രോട്ടോണും ന്യൂട്രോണും. ഈ ചുവന്ന കളറിൽ ഞാൻ വരച്ചത് ന്യൂക്ലിയസ്, അതിനുള്ളിൽ പച്ചയിലും ചുവപ്പിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിനെന്താക്കാം, ആ കണികകളെ പ്രോട്ടോൺ എന്നും ന്യൂട്രോൺ എന്നും വിളിക്കാം. അതിനെ ചേർത്ത് ന്യൂക്ലിയസ് എന്ന് വിളിക്കും. അതിന്റെ പുറത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് വളയം കണ്ടില്ലേ, അത് ഷെല്ലുകളാണ്. ആ ഷെല്ലുകൾ നമുക്ക് ആരെ കാണാം, ഇലക്ട്രോണിനെ കാണാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ഇലക്ട്രോണിനെ കുറിച്ചാണ്. ഇങ്ങനെ ആറ്റത്തിനുള്ളിലുള്ള ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞിമോനാണ്. ഫോട്ടോ കാണാം. സാറിന്റെ പേര് ജെ തോംസൺ. ബൈഹാർട്ട് പഠിക്കുക. ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടെത്തി, ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടെത്തി, ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടെത്തി. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. പിള്ളേരെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ആറ്റത്തിന് ഒരു ചാർജ് ഉണ്ടാവില്ല, പോസിറ്റീവോ നെഗറ്റീവോ ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഉണ്ടാവില്ല? ശ്രദ്ധിക്കൂ. ഇവിടെ ഇപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് 10 ആണെന്ന് കരുതുക. ഒരു ഉദാഹരണം പറയണേ, ന്യൂക്ലിയസിന്റെ ചാർജ് +10 ആണെന്ന് കരുതുക. അപ്പൊ അതിന് പുറത്തുള്ള ഇലക്ട്രോണിന്റെ ചാർജ് സ്വാഭാവികമായിട്ടും -10 ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ആ ആറ്റം എന്ന് പറഞ്ഞാൽ അത് ന്യൂട്രലായി നിൽക്കും അല്ലേ? കറക്റ്റ് പോസിറ്റീവും കറക്റ്റ് നെഗറ്റീവും അങ്ങനെയല്ലേ? അപ്പൊ എപ്പോഴും ചിന്തിക്കുക, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇലക്ട്രോൺ കണ്ടത് ജെ തോംസൺ ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോണിന്റെ മാസ്, ഈ പറയുന്ന ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിലും അതിനൊരു മാസ് ഉണ്ട്. ആ മാസ് വളരെ കുറവാ. അത്രയും ചെറിയ, അത്രയും മൈന്യൂട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മൂലകങ്ങളെ കുറിച്ച് എന്താ പറയുക, ഹൈഡ്രജൻ എന്ന് പറഞ്ഞൊരു മൂലകമാണ് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ ഒരു വാതകമാണ് ഹൈഡ്രജൻ, നിങ്ങൾക്കറിയാം. ആ ഹൈഡ്രജൻ പീരിയോഡിക് ടേബിൾ 1ാമത്തെ മൂലകം കൂടിയാണ് ഹൈഡ്രജൻ അല്ലെ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അതല്ലെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും എന്നുള്ള ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങൾക്ക് കാണാം, അതും കെമിസ്ട്രിയുടെ പ്ലേലിസ്റ്റിലുണ്ട്. അവിടെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ മൂലകത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഓർത്തു വെക്കുക, ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഒരു മാസ് ഉണ്ട്. അതിന്റെ 1837 ഒരു ഭാഗം മാസ് എടുത്താൽ അതാണ് ഇലക്ട്രോണിന്റെ മാസ്. ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1/1837 ആണ്. 1837 ഒരു ഭാഗം, അത്രയും മാസ് കുറവാണ്. എന്ന് വെച്ചാൽ ഹൈഡ്രജന്റെ ഒരു മാസ് ഉണ്ടല്ലോ, അതിനേക്കാളും 1837 ആ മാസ് 1837 ഭാഗങ്ങളാക്കിയാൽ അതിൽ ഒരു ഭാഗമാണ്. അത്രയുള്ളൂ മാസ്. ഏതിന്? ഇലക്ട്രോണിന്. നോക്കൂ, ആറ്റത്തിനുള്ള ഇലക്ട്രോണിന്റെ മാസ് കിട്ടിയല്ലോ. അത് എത്രയാണെന്ന് പിള്ളേരെ നിങ്ങൾ എല്ലാവരും ബൈഹാർട്ട് പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പിക്ചർ അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തത് കേട്ടാ. ന്യൂക്ലിയസിന്റെ പുറത്തായി കാണപ്പെടുന്ന നമ്മൾ പറഞ്ഞു മാസ് എത്രയാണ്? 9.1 ഗുണിക്കണം 10⁻⁻, അത്രയും ചെറുതല്ലേ, -31 കിലോഗ്രാം കിട്ടിയല്ലോ. ഈ 10⁻⁻31 ആണ് ഇമ്പോർട്ടന്റ്. 9.1 ബൈഹാർട്ട് പഠിക്കുക. 9.1 9.1 ഇലക്ട്രോണിന്റെ മാസ്. ഇനി ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞല്ലോ. ചാർജ് എത്രയാണ്? ചാർജ് എന്ന് അറിയോ? -1.6 × 10⁻16 ആയതുകൊണ്ട് വേണമെങ്കിൽ തിരിച്ച് ചിന്തിക്കാം. 19 -19
കൂളോം കേട്ടോ. ഇലക്ട്രോണിന്റെ ചാർജ്, ഇപ്പൊ ചാർജ് പറയാൻ വേണ്ടി നമുക്ക് കൂളോം ഉപയോഗിക്കാം. സി. അപ്പൊ നോക്കൂ, -1.6 × 10⁻⁻19 കൂളോം, അഥവാ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് 1.6 × 10⁻⁻19 ആണ് ഇലക്ട്രോണിന്റെ ചാർജ്. ബൈ ഹാർട്ട് പഠിക്കുക ചാർജും മാസും. മാസ് 9.1 × 10⁻31 കിലോഗ്രാം. ഇനി നോക്കൂ, സ്വാഭാവികമായിട്ടും ന്യൂക്ലിയസിനകത്തേക്ക് വന്നാൽ അവിടെ കാണുന്ന രണ്ട് കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. അതിൽ പ്രോട്ടോണിന്റെ ചാർജ് ഓൾറെഡി ഞാൻ പറഞ്ഞു നിങ്ങളോട്, പോസിറ്റീവ് ആണ്. പ്രോ എന്ന് കേട്ട പോസിറ്റീവ്, ഇലക്ട്രോൺ ആണ് നെഗറ്റീവ്. അപ്പൊ നേരത്തെ പറഞ്ഞു 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ചാർജ് പിടിക്കാൻ വേണ്ടി എത്ര ചാർജ് ഇവിടെ ഉണ്ടാവും? പ്രോട്ടോണും 10 ഉണ്ടാവും. കറക്റ്റ് ഇതായി പോകാൻ വേണ്ടി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ് പ്രോട്ടോൺ. നോക്കണേ, ആറ്റത്തിലെ പ്രോട്ടോണിന്റെ മാസ് ചോദിച്ചാൽ ഇലക്ട്രോണിന്റെ മാസ് എത്രയായിരുന്നു? ഇലക്ട്രോണിന്റെ മാസ് 1/1837 ആണെങ്കിൽ പ്രോട്ടോണിന്റെ മാസ് ഹൈഡ്രജന്റെ മാസിന് തുല്യമാണ്. എത്രയാണെന്ന് അറിയോ മാസ്? 1.672. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നു വിചാരിക്കുന്നു. 1.672 × 10⁻27 കിലോഗ്രാം. 1.672 × 10⁻27 കിലോഗ്രാം. 1.672 × 10⁻27 കിലോഗ്രാം. ഇലക്ട്രോൺ ആണെങ്കിൽ 9.1 × 10⁻31 കിലോഗ്രാം. ഓക്കെ ആണല്ലോ. ഇവിടെ 1.672 ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഇവിടെ എത്രയായിരിക്കും ചാർജ്? ചാർജ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇലക്ട്രോണിന്റെ ചാർജ് തന്നെയാണ്. അത് നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. 1.6 × 10⁻19 കൂളോം. കേട്ടല്ലോ, ഇത് പോസിറ്റീവ് ആണ് പ്രോട്ടോണ്, മറ്റേത് നെഗറ്റീവ് ആണ്. അപ്പൊ മാസ് വ്യത്യാസം മനസ്സിലാക്കുക. പ്രോട്ടോണിന്റെ മാസ് ഹൈഡ്രജൻ മാസിന് തുല്യമാണ്. ഇലക്ട്രോണിന്റെ മാസ് 1/1737. ഇത് കണ്ടുപിടിച്ച ആരാടാ? റൂദർഫോർഡ്. ഇദ്ദേഹത്തിന്റെ കണ്ടെത്തിയ പരീക്ഷണങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ യൂട്യൂബ് ക്ലാസ്സിലുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്, അത് കാണുക. കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. ഇനി നോക്കൂ, ചാർജ് ഇല്ലാത്ത കണമാണ് ഏത്? സെയിം മാസ് ആണ്, ഹൈഡ്രജന്റെ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. ചാർജ് ഇല്ലാത്ത കണമാണ്. ചാർജ് ഇല്ലാത്തതുകൊണ്ട് ചാർജ് ഇല്ല, ചാഡ്വിക് അല്ലെ, ന്യൂട്രൽ ആയി നിൽക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക? ചാർജ് ഒന്നുമില്ല. ന്യൂട്രോൺ. പേരെന്താണ്? ന്യൂട്രോൺ. ഒന്ന് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. രണ്ടിന്റെയും മാസ് പഠിച്ചോ അല്ലെ? ഇനി ഈ പറയുന്ന ന്യൂക്ലിയസിനകത്തുള്ള മൂന്നാമത്തെ കണമാണ് ന്യൂട്രോൺ. ന്യൂട്രൽ ആയി നിൽക്കുക, ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്തൊരു ചാഡ്വിക്. ഇലക്ട്രോൺ ജെ തോംസൺ. പ്രോട്ടോൺ റൂദർഫോർഡ്. ന്യൂട്രോൺ ചാഡ്വിക്. ഇലക്ട്രോൺ ജെ തോംസൺ. പ്രോട്ടോൺ റൂദർഫോർഡ്. ന്യൂട്രോൺ ചാഡ്വിക്. കേട്ടോ, കോഡൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോ കമന്റ് ചെയ്യും. കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന കോഡാണ്. ഇതിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ചിട്ട് കോഡാക്കിയാൽ മതി. അപ്പൊ കോഡിന്റെ ഒന്നും ആവശ്യമില്ല, ബൈ ഹാർട്ട് പഠിച്ച് സെറ്റ് ആവുക. എല്ലാവരും പഠിക്കണേ, പ്രിലിംസിനൊക്കെ സ്ഥിരം ചോദ്യം. അപ്പൊ ന്യൂക്ലിയസിനുള്ളിലാണ് ആര് കാണപ്പെടുക? ന്യൂട്രോണ്. ന്യൂട്രോണിന്റെ മാസ് പറയട്ടെ. ഒന്നാമത്തെ ഇലക്ട്രോണിന്റെ മാസ് 9.1 × 10⁻31 കിലോഗ്രാം. രണ്ടാമത്തെ പ്രോട്ടോണിന്റെ മാസ് 1.672 × 10⁻27 കിലോഗ്രാം. എന്നാൽ ഇവിടെ നോക്കൂ, ചെറിയൊരു വ്യത്യാസം. എന്ന് വെച്ചാൽ മാസ് പ്രോട്ടോണിനേക്കാളും എന്താ വ്യത്യാസം? അവിടെ 1.672 ആണെങ്കിൽ ഇവിടെ 1.674. ഇതാണ് വ്യത്യാസം. 1.674 ആണ് വ്യത്യാസം. കേട്ടോ, അവിടെ 72. ആ 1.672 ആണ് പ്രോട്ടോൺ എങ്കിൽ ഇത് ന്യൂട്രോൺ വരുമ്പം 4 × 10⁻27 കിലോഗ്രാം. ചാർജ് ഇല്ല. ക്ലിയർ ആണ്, ബൈ ഹാർട്ട് പഠിക്കാം. ഇനി നോക്കൂ, നാലാമത്തെ ഒരു കണമായിട്ട് നമുക്ക് പോസിട്രോൺ പഠിക്കാം. പോസിട്രോൺ. അപ്പൊ നിങ്ങൾ ഒരു ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, പുറത്ത് ഇലക്ട്രോൺ ഉണ്ടെന്ന് പഠിച്ചു. എന്താണ് ആറ്റത്തിലെ പോസിട്രോൺ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണിന്റെ അതേ മാസ് ഉള്ളതും. നേരത്തെ നമ്മൾ മാസ് പറഞ്ഞല്ലോ, എത്രയായിരുന്നു? ഹൈഡ്രജന്റെ 1837 ഒരു ഭാഗമാണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറഞ്ഞു. എന്നാൽ പ്രോട്ടോണിന്റെ മാസ് എന്ന ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമല്ലേ? എന്നാൽ ഇവിടെ നോക്കൂ, ഇലക്ട്രോണിന്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിന്റെ വിപരീത ചാർജ് ഉള്ളതുമായ, പോസിറ്റീവ് ചാർജ് ഉള്ളതുമായ കണങ്ങളാണ് പോസിട്രോൺ. ഇലക്ട്രോണിന്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിന്റെ വിപരീത ചാർജ് ഉള്ളതുമായ ഈ പറയുന്ന ആറ്റത്തിലെ കണമാണ് പോസിട്രോൺ. പോസിട്രോൺ കണ്ടെത്തിയത് PSC PYK കോൾ ആൻഡേഴ്സൺ, ജെ തോംസൺ, റൂദർഫോർഡ്, ചാഡ്വിക്, കോൾ ആൻഡേഴ്സൺ. പോസിട്രോൺ.
ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ആ സെൻട്രൽ കാണുന്ന പ്രോട്ടോണും ന്യൂട്രോണും ഉൾപ്പെടുന്ന ഭാഗം. അത് കണ്ടെത്തിയത് ആരോ ചോദിച്ചാൽ പ്രോട്ടോൺ കണ്ടെത്തിയ അതേ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ന്യൂക്ലിയസ് കണ്ടെത്തിയത്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം. കാരണം എന്താണ്? ന്യൂട്രോണിന് ചാർജ് ഇല്ല, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും, പുറത്ത് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ആറ്റത്തിന്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം, ന്യൂക്ലിയസിൽ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ട് എന്ന് ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞത് 1911 അതിന്റെ ഒരു സയൻസിലെ പരീക്ഷണങ്ങളെ കുറിച്ചൊക്കെ SCRT പറയുന്നത് നമ്മൾ SCRT ക്ലാസ് അതൊക്കെ വിശദമായിട്ട് പറയട്ടോ. മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ന്യൂക്ലിയസിൽ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചത് 1911 ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകളാണ് പ്രോട്ടോണും ന്യൂട്രോണും. നമുക്കറിയാം ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവാണ്. ഇനി അടുത്തൊരു ടേമാണ് തന്മാത്ര. മകളെ, എന്താണ് തന്മാത്ര? ബോറടിക്കരുത്, കെമിസ്ട്രിയാണ്, ബോറടിക്കും. ആറ്റം എന്താണെന്ന് മനസ്സിലായി, അതുപോലെ തന്നെ തന്മാത്ര എന്താണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ തന്മാത്ര എന്ന പദം നമ്മൾ ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോയാണ്. ആറ്റം എന്ന പദം ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ്. ആറ്റം എന്ന പദം ഓസ്റ്റ്വാൾഡ് ആണെങ്കിൽ തന്മാത്ര എന്ന പദം ഉറങ്ങരുതേ, അവഗാഡ്രോ. അവഗാഡ്രോ സംഖ്യ നമുക്ക് പറയാം. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളാണ്. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ, ഇഷ്ടപ്പെട്ട് പഠിച്ചേ. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികൾ ഇങ്ങനെ അടുക്കി വെച്ച് തന്മാത്രകളാണല്ലോ ഈ പറയുന്ന നമ്മളെ എല്ലാ പ്രധാനപ്പെട്ട പദാർത്ഥങ്ങളും ഉണ്ടാവുന്നത്. അപ്പൊ തന്മാത്രകൾ, ഇഷ്ടികൾ ഇങ്ങനെ അടുക്കി വെക്കുക. ഒരേപോലെയുള്ള തന്മാത്രകൾ തമ്മിലുള്ള ഒരു ആകർഷണ ബലമുണ്ട്. ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം, കൊഹീഷൻ ആലോചിക്കുക. അവർ തമ്മിലുള്ള സ്നേഹം, കൊഹീഷനാണ്. എന്നാൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലാവുന്നത് അടിയാണ്. നമ്മൾ പറയില്ലേ, രണ്ട് നിലപാടാണ്, അവൻ ഇന്ന പാർട്ടി വലതുപക്ഷം മറ്റേ ഇടതുപക്ഷം, എപ്പോഴും അടിയാണ്. അപ്പൊ രണ്ട് വ്യത്യസ്തമാണ്. അപ്പൊ അവർ തമ്മിൽ എപ്പോഴും അടിയായിരിക്കും. അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡ്ഹിഷൻ. ഒരേപോലുള്ള തന്മാത്രകൾ കൊഹിഷൻ. നന്നായിട്ട് പഠിക്കുക. പേര് തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രീയ പേര് അവഗാഡ്രോ. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികൾ എന്നറിയപ്പെടുന്ന തന്മാത്രകളാണ്, മോളിക്യൂൾസ് കേട്ടോ. ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ എണ്ണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് അവഗാഡ്രോ നമ്പർ? അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് PSC പരീക്ഷകൾ സ്ഥിരമായി ചോദിക്കാറുണ്ട്. ബൈഹാർട്ട് പഠിക്കുക എല്ലാ കുഞ്ഞുങ്ങളും. 6.02 into 10⁻²3. 6.02 into 10⁻²3. 6.02 into 10⁻²3. ബൈഹാർട്ട് പഠിക്കുക. ഈ സംഖ്യ, ഈ നമ്പറാണ് അവഗാഡ്രോ നമ്പർ. ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം ഉണ്ട്. ഇത് അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് പറയും. നമ്മൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ അവഗാഡ്രോ സംഖ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ചെയ്യുക, ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഒരു മോൾ എന്താണ്, മോൾ സങ്കല്പനം അടുത്ത ക്ലാസ് കാണണം. അടുത്ത കെമിസ്ട്രിയുടെ 2ാമത്തെ ക്ലാസ്സിനകത്ത് മോൾ സങ്കല്പനം ഞാൻ പഠിപ്പിക്കും. അപ്പോൾ ഇത് വിശദമായിട്ട് പറയും കേട്ടോ. നിങ്ങൾ പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. അറിയാത്തവർക്ക് ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ എണ്ണമാണ് അവഗാഡ്രോ നമ്പർ. മോൾ ദിനമായി ആചരിക്കുന്ന ഒക്ടോബർ 23. തന്മാത്രകളെ കുറിച്ച് പറഞ്ഞു. പ്രപഞ്ചത്തിലെ ഇഷ്ടികളാണ് തന്മാത്രകൾ. ആ തന്മാത്രകളിൽ തന്നെ ചില പ്രത്യേകതകളുണ്ട്. നോക്കൂ, ഹീലിയം എന്ന് പറയുന്ന മൂലകം അല്ലെങ്കിൽ ആർഗൺ എന്ന് പറയുന്ന മൂലകം, ആ മൂലകങ്ങളിൽ ഒരൊറ്റ ആറ്റമായിട്ട് നിൽക്കാൻ ഈ പറയുന്ന മൂലകങ്ങൾക്ക് പറ്റാറുണ്ട്. അവിടെ ഒരൊറ്റ ആറ്റം മാത്രമേ ആ തന്മാത്രയ്ക്കകത്തുള്ളൂ. സ്റ്റേബിൾ ആയിട്ട് നിൽക്കണമെങ്കിൽ തന്മാത്ര ഒരൊറ്റ ആറ്റം മതി. എന്നാൽ ചില തന്മാത്രകളെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ചിലതിന് 2ൽ കൂടുതൽ വേണം. ഇതിനെ നമുക്ക് 3 കാറ്റഗറി ആക്കാം. തന്മാത്രകളെ തന്നെ മോണോ അറ്റോമിക്, ഏക അറ്റോമിക തന്മാത്രകൾക്ക് എക്സാമ്പിൾ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ബൈഹാർട്ട് പഠിക്കുക. അതിന്റെ പ്രത്യേകത, ഇത് അലസവാതകങ്ങളാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മൂലകങ്ങളാണ് ഈ അലസവാതകങ്ങൾ എന്ന് വിളിക്കുന്ന ആർഗൺ, നിയോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ എന്നൊക്കെ പറയുന്ന 18ാം ഗ്രൂപ്പിലെ ആവർത്തന പട്ടികയിലെ മൂലകങ്ങൾ. നമുക്കത് വിശദമായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോ അലസവാതകങ്ങൾ അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് വിളിക്കുന്ന ബാഹ്യതമ ഷെല്ലിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതൊക്കെ നമ്മൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആറ്റം മാത്രമുള്ള തന്മാത്രകള്, ഹീലിയം എഴുതുമ്പോൾ HEന്റെ അടിയിൽ നമ്മൾ 2 എന്നൊന്നും എഴുതൂല. പക്ഷെ ഹൈഡ്രജൻ എഴുതുമ്പോൾ H2 എന്ന് എഴുതുക. എന്നാൽ ഹീലിയം എഴുതുമ്പോൾ വെറും HE എന്ന് എഴുതിയാൽ മതി അല്ലേ.
HE എഴുതിയാൽ മതി. HE2 എഴുതിയത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ആലോചിക്കുക, ഹീലിയം, നിയോൺ, ആർഗൺ ഒക്കെ ഏകാറ്റോമിക തന്മാത്രകളാണ്. ദ്വയാറ്റോമിക തന്മാത്രകളുണ്ട്. 2 ആറ്റങ്ങളുള്ള തന്മാത്രകളാണ് ദ്വയാറ്റോമിക. ഇവിടെ നോക്കൂ, ക്ലോറിൻ ഒറ്റയ്ക്ക് നിൽക്കില്ല, Cl ആയിട്ട് നിൽക്കില്ല. അവിടെ Cl2 ഹൈഡ്രജൻ ഒറ്റയ്ക്ക് നിൽക്കില്ല. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാത്ത തന്മാത്രകളെ ദ്വയാറ്റോമിക തന്മാത്രകൾ എന്ന് വിളിക്കും. ഏകാറ്റോമിക തന്മാത്രകളുണ്ട്, ദ്വയാറ്റോമിക തന്മാത്ര. ഇനി ബഹു ആറ്റോമിക തന്മാത്രകളുണ്ട്. 2 പോരാ. അത്തരം തന്മാത്രകൾ 3 or 4 ഒക്കെ ആയിട്ട് നിൽക്കുന്നതാണ് ബഹു ആറ്റോമിക തന്മാത്രകൾ. ഫോസ്ഫറസ്, സൾഫർ, ഓസോണ് മുതലായവയൊക്കെ ബഹു ആറ്റോമിക തന്മാത്ര. ബൈ ഹാർട്ട് പഠിക്കുക. ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം ഉത്കൃഷ്ടവാതകങ്ങൾ. ദ്വയാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം ഈ പറഞ്ഞ ക്ലോറിനും ഹൈഡ്രജനും ഓക്സിജനും ബ്രോമിനും ഒക്കെ എന്താണ് ഈ പറഞ്ഞ ദ്വയാറ്റോമിക തന്മാത്രകളാണ്. എന്നാൽ ബഹു ആറ്റോമികമാണ് ഫോസ്ഫറസ്, സൾഫർ, ഓസോൺ ഒക്കെ എന്ന് പഠിച്ചു വെക്കുക. ഇവിടെ മക്കളെ നമ്മൾ സാധാരണ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ മൂലകങ്ങളെയൊക്കെ നിങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഞാനിപ്പോ H2 എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ ഓരോ മൂലകങ്ങളും പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൂലകങ്ങൾ ഓക്സിജനോ കാർബണോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് ആറ്റോമിക നമ്പർ നമ്മൾ പറയാറുണ്ട്, മാസ് നമ്പർ നമ്മൾ പറയാറുണ്ട്, എഴുതാറുമുണ്ട്. എന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ Na നൈട്രജൻ, ഇതിന്റെ അടിഭാഗത്ത് ഇവിടെ നമ്മൾ 7 എന്ന് എഴുതും, ഇവിടെ നമ്മൾ 14 എന്ന് എഴുതും. നമുക്കിത് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻ എന്നൊക്കെ. ഇപ്പൊ ജസ്റ്റ് ഒരു മൂലകം എഴുതുന്ന സമയത്ത് നൈട്രജൻ ആയിക്കോട്ടെ ഓക്സിജൻ ആയിക്കോട്ടെ എഴുതുമ്പോൾ അറ്റോമിക നമ്പറും മാസ് നമ്പറും പറയുന്നത്. എന്താണ് അറ്റോമിക നമ്പർ? ഒരു ആറ്റത്തിലെ ഇപ്പൊ നമ്മൾ ആറ്റത്തിനകത്ത് എന്തൊക്കെ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞു. പ്രോട്ടോണിന്റെ എണ്ണം ശരിക്കും ഞാൻ പറഞ്ഞു 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 10 ഇലക്ട്രോൺ. കാരണം എന്താണ്? ന്യൂട്രലായി നിൽക്കണ്ടേ, ഒരേ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ക്ലിയർ ആവണ്ടേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് എന്ത്? ആറ്റോമിക് നമ്പർ. അതിനെ സൂചിപ്പിക്കുക Z എന്നാണ്, A എന്നല്ല കേട്ടോ. Z ആറ്റോമിക് നമ്പർ സൂചിപ്പിക്കുക Z, പ്രോട്ടോണിന്റെ എണ്ണം. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്, പ്രോട്ടോൺ എണ്ണം തന്നെയല്ലേ ഇലക്ട്രോൺ എണ്ണം? ശരിയാണ്. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അത് എത്രയാണോ അത് തന്നെയായിരിക്കും എന്ത്? ഇലക്ട്രോണിന്റെ എണ്ണം. ഒന്നുകിൽ പ്രോട്ടോണിന്റെ എണ്ണം എടുത്താൽ മതി, അതാണ് അറ്റോമിക് നമ്പർ. സെയിം തന്നെയായിരിക്കും ഇലക്ട്രോണിന്റെ എണ്ണം. അപ്പൊ ഒന്നുകിൽ പ്രോട്ടോണിന്റെ എണ്ണം ആലോചിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം ആലോചിക്കുക. ഇത് രണ്ടും ഒന്ന് തന്നെ ആയതുകൊണ്ട് അതാണ് അറ്റോമിക് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം തുല്യമായതുകൊണ്ടാണ് ആറ്റം വൈദ്യുതപരമായി ചാർജ് ഇല്ലാത്ത. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാല് ഒന്നുകിൽ പ്രോട്ടോണിന്റെ എണ്ണം, സെയിം തന്നെയാണ് ഇലക്ട്രോണിന്റെ എണ്ണം. ക്ലിയർ ആണല്ലോ. ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ശ്രദ്ധിക്കണം, ഒരാറ്റത്തിലെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മാസ് നമ്പറും തന്ന് ന്യൂട്രോണിന്റെ എണ്ണവും തന്ന് നമുക്ക് ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ പറ്റൂലേ? ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞ എന്താണ്? മാസ് നമ്പറും തന്ന് ന്യൂട്രോണിന്റെ എണ്ണവും തന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മാസ് നമ്പറിന് ന്യൂട്രോണിന്റെ എണ്ണം കുറച്ചാൽ പ്രോട്ടോൺ കിട്ടും. പ്രോട്ടോൺ തന്നെയാണ് എത്ര? ഇലക്ട്രോൺ അല്ലേ? അപ്പോ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ മുകളിലാണ് എഴുതുക. ഇവിടെ കണ്ടോ, ഈ പറയുന്ന താഴെ എഴുതുന്നത് അറ്റോമിക് നമ്പർ. നമ്മുടെ പീരിയോഡിക് ടേബിൾ 2ാമത്തെ മൂലകം ഹീലിയം. അതിനർത്ഥം അതിന്റെ അറ്റോമിക് നമ്പർ എന്താണ്? 2 ആണ്. താഴെ എഴുതി. ഇവിടെ ഹീലിയത്തിന്റെ പ്രത്യേകത, ഹീലിയത്തിൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എത്ര പ്രോട്ടോൺ ഉണ്ടാകും? 2 പ്രോട്ടോൺ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഹീലിയത്തിൽ എത്ര ന്യൂട്രോൺ ഉണ്ടാകും? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഹീലിയത്തിൽ എത്ര ന്യൂട്രോൺ ഉണ്ടാവും? ഹീലിയത്തിൽ എത്ര ന്യൂട്രോൺ ഉണ്ടാവും? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ മനസ്സിലാക്കാം. അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിനെ സൂചിപ്പിക്കുക A ആണ്. A അറ്റോമിക് നമ്പർ Z, മാസ് നമ്പർ A. മനസ്സിലാവാത്തവർ, കുറച്ച് ഡൗട്ട് ഉള്ളവര് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ഞാൻ 2 വീഡിയോ ക്ലാസ് മുമ്പ് എടുത്തതിന്റെ കാര്യം പറഞ്ഞു. അത് രണ്ടും കണ്ടാൽ ഉറപ്പായിട്ട് മനസ്സിലാവും. വിശദമായിട്ട് ഭാഗിതമ ഷെല്ലിനെ കുറിച്ചും എങ്ങനെയാണ് എണ്ണം, ന്യൂട്രോണും പ്രോട്ടോണും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക എന്നുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് കാണുമല്ലോ. അപ്പൊ 3 ക്ലാസ്സുകൾ നന്നായിട്ട് കാണുക. പറ്റുന്നവർ ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറയുന്ന ക്ലാസ്സും കാണുക. ശേഷം അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. PDF കിട്ടാൻ വേണ്ടി ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ക്ലാസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ. താങ്ക് യു.